നിലമ്പൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയാവുക. ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഗൗതം ഒപ്പം ചേരുന്നു. ഗൗതം, മുൻ കേരള കോൺഗ്രസ് നേതാവാണെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. കൃഷ്ണജി, ഇപ്പോൾ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഇപ്പോൾ നിലമ്പൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ബി.ജെ.പി. ദേശീയ നേതൃത്വം അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. നമുക്കറിയാം, നിലവിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് ബി.ജെ.പി. കൂടി എത്തുമ്പോൾ ശക്തമായ മത്സരത്തിന് നിലമ്പൂർ സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആരാണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം തന്നെ അവിടെ മത്സരിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ തന്നെ അത് BDJS അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖ്യകക്ഷിയാണോ മത്സരിക്കുന്നത്, ഇത്തരം ചർച്ചകൾ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിനിടയിൽ നടന്നിരുന്നു. അതിനുശേഷം സംസ്ഥാന നേതൃത്വം തന്നെ ഒരു പേര് ദേശീയ നേതൃത്വത്തിന് അയക്കുകയായിരുന്നു. എന്തായാലും ഇദ്ദേഹം മുൻ കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഒപ്പം ക്രൈസ്തവ സഭകളുമായി വളരെ അടുത്ത ബന്ധമുള്ള ക്രൈസ്തവ സഭാ നേതൃത്വവുമായി വളരെ വിശാലമായ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ വോട്ടുകൾ കൃത്യമായിട്ട് തന്നെ ഏകോപിപ്പിക്കുവാനും അത് ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തിക്കുവാനും കഴിയും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഒരു കണക്കുകൂട്ടൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാകാം ഒരുപക്ഷെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ബി.ജെ.പി. നിലമ്പൂർ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തിയത് നമുക്ക് കാണാം. അത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണെങ്കിലും അതല്ലെങ്കിൽ കേരളത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഒന്നാം സ്ഥാനത്ത് എത്തി എന്നത് ഒരു വസ്തുതയാണ്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബി.ജെ.പിയുടെ വോട്ട് ഷെയർ ഏതാണ്ട് 19% ഉയർന്നു. മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള വോട്ട് ഷെയർ വർദ്ധിച്ചു. അപ്പോൾ ഹിന്ദു വോട്ടുകൾക്കൊപ്പം പരമ്പരാഗതമായി UDFനെ പിന്തുണച്ചിരുന്ന വലിയ ക്രൈസ്തവ വിഭാഗം ബി.ജെ.പിക്കൊപ്പം നിലയുറപ്പിച്ചു എന്നത് കൃത്യമായിട്ട് തന്നെ പാർട്ടി ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും വിലയിരുത്തി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവ സഭകൾക്കിടയിൽ നിർണായകമായ സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള മോഹൻ ജോർജിനെ ഇപ്പോൾ നിലമ്പൂരിൽ കളത്തിലിറക്കിക്കൊണ്ട് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ BDJS അവിടെ മത്സരിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രചരണം ആദ്യഘട്ടത്തിൽ നടന്നിരുന്നുവെങ്കിലും പിന്നീട് BDJS അതിൽ താല്പര്യമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. അതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്താനോ അല്ലെങ്കിൽ അതിനുള്ള സംഘടനാ രീതി ഇപ്പോൾ അതിനായി ചലിപ്പിക്കാൻ താല്പര്യമില്ല എന്നൊരു വിശദീകരണം BDJSൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ബി.ജെ.പി. തന്നെ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 43% മുസ്ലിം വോട്ടും 45% ഹൈന്ദവ വോട്ടുകളും കൂടാതെ 10% നിർണായകമാകുന്ന ക്രൈസ്തവ വോട്ടുകളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൊതുസമ്മതനായ വ്യക്തിയെ നിലമ്പൂരിൽ ബി.ജെ.പി. കളത്തിലിറക്കിയിരിക്കുന്നത്. കൃഷ്ണരാജ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നിലമ്പൂരിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും, എൻ.ഡി.എ സ്ഥാനാർത്ഥിയാകും. കേന്ദ്ര നേതൃത്വമാണ് പ്രഖ്യാപിച്ചത്. മുൻ കേരള കോൺഗ്രസ് നേതാവായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.